ഹായ് ഓൾ, നമ്മുടെ പ്രോസ്പെരിറ്റി ഹബിലേക്ക് വീണ്ടും എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്നൊരു കമ്പാരിസൺ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ മെറ്റീരിയൽ ലൈഫിൽ നമ്മൾ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ വാല്യൂ എങ്ങനെയൊക്കെയാണ് നമ്മൾ തിട്ടപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കറിയാം മെറ്റീരിയൽ ലൈഫിൽ നമ്മൾ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത് നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, നമുക്കുണ്ടാകുന്ന വരുമാനം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പദവി, വീട്, കാറ്, കാശ്, അല്ലെങ്കിൽ നമുക്ക് എത്ര ബന്ധുമിത്രാദികൾ, അവരെ കൊണ്ടൊക്കെ നമ്മൾ എന്താ പറയുക ഒരുപാട് അഹങ്കരിക്കാറുണ്ടല്ലേ. അതുപോലെ നമ്മുടെ മക്കൾ, അവരെ ചൊല്ലി അവർ അവർക്ക് ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട്, ഈ ഒരു പൊസിഷനിലാണ് അവരുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഇന്നയാളുടെ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് അഹങ്കരിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് മെറ്റീരിയൽ ലൈഫിൽ നമ്മുടെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്ന ഘടകങ്ങൾ. എന്നാൽ നമ്മൾ സ്പിരിച്വൽ മേഖലയായിട്ട്, അതായത് നമ്മുടെ ആത്മാവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്ന ഇതൊന്നും അല്ല കേട്ടോ. അവിടെ കംപ്ലീറ്റ് ആയിട്ടും നത്തിങ്നെസ്, അതായത് നമ്മളൊന്നുമല്ലാത്ത അവസ്ഥയിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവിടെ നമ്മുടെ കംപ്ലീറ്റ് നമ്മളുടെ ആ ഒരു ശുദ്ധത, നമ്മളിലുള്ള ആന്തരികമായിട്ടുള്ള വിശുദ്ധി, നമ്മളിലെ സത്യസന്ധത, ഇതൊക്കെയാണ് നമ്മുടെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. അതായത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും അല്ലാത്തൊരു സ്റ്റേറ്റ്, നമ്മൾക്ക് യാതൊന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഹോൾഡ് ചെയ്യേണ്ടതായോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺട്രോൾ ചെയ്യേണ്ടതായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓണർഷിപ്പ് വയ്ക്കേണ്ടതായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൈവശം വയ്ക്കേണ്ടതായിട്ടോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. നമുക്ക് സമ്പൂർണ്ണമായിട്ട് നമുക്ക് ഫ്രീഡത്തിൽ, അതായത് നമുക്ക് എല്ലായിടത്തു നിന്നും എല്ലാവരിൽ നിന്നുമുള്ള അൾട്ടിമേറ്റ് ഫ്രീഡമാണ് നമുക്ക് ഈ ഒരു സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അതുവഴി നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും ആഗ്രഹപൂർത്തീകരണം വഴിയാണ് സോളിൻ്റെ അൾട്ടിമേറ്റ് ആ ഒരു പർപ്പസിലേക്ക് ലയിക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് സോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കട്ടെ. സോളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ് അതുമായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ലയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ബാക്കിയെല്ലാം നേടിയത് കൊണ്ടും അതൊക്കെയും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല, അതൊക്കെയും ടെമ്പററിയാണ്, താൽക്കാലികമാണ്. സോ നമ്മൾ അൾട്ടിമേറ്റ് നമ്മളുടെ സോളിൻ്റെ പർപ്പസ് അതാണ്. ആ ഒരു ലക്ഷ്യത്തെ നിർത്തിയാണ് നമുക്ക് ഈ ഒരു ശരീരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ സോളിൻ്റെ പർപ്പസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വേറൊരു വിഷയമായിട്ട് കാണുമ്പോഴേക്കും ടാറ്റ, ബൈ ബൈ. താങ്ക് യു ഓൾ.